എനിക്കാരോടും വിദ്വേഷമില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരറിയണം, എന്തിനാണ് ഞാൻ ജയിലിലടയ്ക്കപ്പെട്ടത്, ഞാൻ ചെയ്ത കുറ്റമെന്തായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ചില അപാകതകളൊക്കെ പറ്റിയിട്ടുണ്ട്, അത് ഞാൻ തിരുത്തുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പലരും അതിൽ പിടിച്ചുകൊണ്ട് കൊണ്ടാടുകയാണ്. ചിലർ മുഖപ്രസംഗങ്ങൾ എഴുതുന്നു, ചിലർ ലേഖനങ്ങൾ എഴുതുന്നു. മൗദനി നേരത്തെ ചെയ്തതൊക്കെ തെറ്റായിരുന്നെന്നും ഞങ്ങളുടെ നേതാവ് പറഞ്ഞത് ശരിയായിരുന്നെന്നുമൊക്കെ ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ എന്ന് ചോദിക്കുന്നു. ഇല്ല, മൗദനിയുടെ ആശയത്തിൽ ഒരു തെറ്റും വന്നുവെന്ന് മൗദനി സമ്മതിക്കുന്നില്ല. ആസാമിലും ഭിവണ്ടിയിലും ഗുജറാത്തിലും ജംഷഡ്പൂരിലും ഗോഹട്ടിയിലും വാരാണസിയിലും അയോധ്യയിലും അലിഗറിലും അഹമ്മദാബാദിലും ഭഗൽപൂരിലും ജബൽപൂരിലും ഗുജറാത്തിലും ജംഷഡ്പൂരിലും വെട്ടിനിറുക്കപ്പെട്ട നിരപരാധികൾക്ക് വേണ്ടി മൗദനി ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരി തന്നെയായിരുന്നു എന്നാണ് ഇപ്പോഴും എന്റെ അഭിപ്രായം. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഞാൻ മൈക്ക് കെട്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രസംഗിച്ചു. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയത് ആർക്കാണ്? ഈ രാജ്യത്തെ പാവപ്പെട്ടവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ രാജ്യത്തെ കോടീശ്വരന്മാർക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. ഈ രാജ്യത്തെ സമ്പന്നന്മാർക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. ഈ രാജ്യത്തെ മേലാളവർഗത്തിനാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. ഈ രാജ്യത്തെ പാവപ്പെട്ടവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇന്നും കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത, കുടിക്കാൻ ഒരു കുപ്പി ശുദ്ധജലം കിട്ടാത്ത, ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടി കിലോമീറ്ററുകളോളം യാത്ര ചെയ്യേണ്ടി വരുന്ന രാജ്യത്തിന്റെ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ടവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല മക്കളെ. ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം വരുന്ന പാവപ്പെട്ടവന് ഇന്നും പബ്ലിക് ടാപ്പിന്റെ മുന്നിൽ കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടി മണിക്കൂറുകളോളം കുടവുമായി കാത്തു നിൽക്കേണ്ടി വരുന്ന പാവപ്പെട്ടവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല മക്കളെ. ഇന്നും ഈ രാജ്യത്തെ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ, കയറിക്കിടക്കാൻ കിടപ്പാടമില്ലാതെ, റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ കഴിയുന്ന, റെയിൽവേ ലൈനിന്റെ തീരത്ത് സാരി വലിച്ചു കെട്ടി കഴിയുന്ന, കഠിനമായ മഴയത്തും ഭീകരമായ വെയിലത്തുമെല്ലാം അതികഠിനമായ വേദനകൾ സഹിച്ചു കഴിയുന്ന ഈ രാജ്യത്തെ പാവപ്പെട്ടവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ രാജ്യത്ത് പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന വർഗീയ കലാപങ്ങളിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട നിരപരാധികൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ രാജ്യത്തെ പിതാക്കന്മാർ ക്രൂരമായി വധിക്കപ്പെട്ട അനാഥ കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ സ്വാതന്ത്ര്യം കിട്ടിയത് ഈ രാജ്യത്തെ കോടീശ്വരന്മാർക്കും സമ്പന്നന്മാർക്കും മേലാളവർഗത്തിനുമാണ്. ഇത് സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ഞാൻ നാടുനീളെ നടന്ന് പ്രസംഗിച്ചു. ഇന്ന് 60ാം വാർഷികം കൊണ്ടാടുമ്പോഴും ജയിലിൽ നിന്നിറങ്ങിയപ്പോഴും എനിക്ക് പറയാനുള്ള അത് തന്നെയാണ്. ഈ രാജ്യത്തെ കീഴാളവർഗത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ രാജ്യത്തെ പാവപ്പെട്ടവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ രാജ്യത്തെ കറുത്ത മക്കൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് മൗദനിയുടെ അഭിപ്രായം. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ രാജ്യത്ത് രണ്ട് നീതിയാണ് നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ രാജ്യത്ത് സംവരണം ലഭിക്കപ്പെടേണ്ട മേഖലകളിൽ നിന്ന് സംവരണത്തിന് അർഹരായ വിഭാഗങ്ങൾ തഴയപ്പെട്ടിരിക്കുന്നു എന്നതും IAS IPS പോലെയുള്ള ഉന്നതമായ എല്ലാ മേഖലകളും കരസ്ഥമാക്കി വെച്ചിരിക്കുന്നത് വിരലിലെണ്ണാവുന്ന മേലാളവർഗം മാത്രമാണ് എന്ന കാര്യത്തിലും മൗദനിയുടെ അഭിപ്രായത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. എന്താ മാറ്റം വന്നത്? പോടാ എന്ന് പറയുന്നത് പോടാ എന്ന് പറയാൻ ശൈലി ഒന്ന് മാറ്റാൻ തീരുമാനിച്ചു. വിമർശിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ അതിരൂക്ഷമായി വിമർശിക്കുമായിരുന്നു.